ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NTSCയുടെ 2020 നടന്ന 2020 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 26 ക്വസ്റ്റ്യൻസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ലെറ്റർ പാറ്റേൺ, ലെറ്റർ സീരീസ് ആണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ ട്രിക്ക്, നമ്മൾ ഇതിൽ എത്ര നമ്പർ ഉണ്ട്, എത്ര ലെറ്റർ ഉണ്ട് എന്നുള്ള ആദ്യം കൺസിഡർ ചെയ്യുന്നതാണ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ലെറ്ററാണ് ഇതിലുള്ളത്. 20 ലെറ്റർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് 20ൻ്റെ ഫാക്ടർ ആയിട്ടുള്ള ഒരു നമ്പർ സീരീസിൻ്റെ ഭാഗമായിരിക്കും. 20ൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് 20ൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ 20 ഫാക്ടർ എന്ന് പറയുമ്പോൾ 4 ഉണ്ട്, 5 ഉണ്ട്, 2 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും ഇതൊരു 5ൻ്റെ പാറ്റേൺ ആയിട്ടാണ് കിടക്കുന്നത്. 5ൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ അതായത് എ ആൻഡ് ഫസ്റ്റ് ലെറ്റർ ഈസ് എഗെയിൻ എ. ഈ എ ആണ് ഇവിടെ വരിക. എ ബി സി സി, അതായത് അപ്പോൾ ഒരു 5 പാറ്റേണായി. എ സി സി, നടുവിൽ ബി മാത്രം. പിന്നെ ബി ബി, ഈ ബി വരും, ബി വരും. സി എ വരും. അതായത് നമുക്ക് ബി ബി സി എ. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന പാറ്റേൺ അവിടെ വരുന്നത്. സി സി എ കഴിഞ്ഞാൽ എ വരെ എടുത്തു, ഇവിടെ എന്ത് വരിക, ബി വരും. അപ്പോൾ സി സി എ ബി ബി, അതായത് 2 ഡബിൾ ലെറ്റർ, അതിൻ്റെ ഇടയിൽ സിംഗിൾ ലെറ്റർ, അതിൻ്റെ അപ്പോൾ ബി, അതായത് എ ബി സി സി വരും. എ ബി സി സി, 2 ഇവിടെ നിന്ന് 2 സി ഇപ്പുറത്ത് വരും, നടുവിൽ ബി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഈ ഓപ്ഷൻ നമ്മൾ ആൻസറായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫാക്ടർ നോക്കിയിട്ട് നമുക്ക് ഏകദേശം അതിൻ്റെ പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ടേംസ്. 2 ടേംസ് തമ്മിൽ റിലേഷൻ ഉണ്ട്. മൂന്നാമത്തെ ഈ 2 ടേം തമ്മിലുള്ള റിലേഷൻ ആരാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കിൾ ഡയമീറ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വൃത്തം വ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സ്ക്വയർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊടുത്തിരിക്കുന്നത് നോക്കൂ, നമ്മൾ വോളിയം, ഏരിയ, ഡയഗണൽ ആൻഡ് പെരിമീറ്റർ. ഇതൊക്കെ ഈ വോളിയം ആൻഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായാലും വോളിയം ഏരിയ നമുക്ക് എടുക്കാൻ കഴിയില്ല. പിന്നുള്ളത് ഡയഗണൽ ആൻഡ് പെരിമീറ്റർ ആണ്. സർക്കിൾ, ഡയമീറ്റർ, സ്ക്വയർ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത് രണ്ടും നീളങ്ങളല്ല, ലെങ്ത്തുകളല്ല. ഇത് രണ്ടും പക്ഷേ എന്താണ്, നീളങ്ങളാണ്. പക്ഷേ ഇവിടെ സർക്കിളിന് സർക്കംഫറൻസ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് സ്ക്വയറിന് പെരിമീറ്റർ എടുക്കാമായിരുന്നു. പക്ഷേ സർക്കിളിന് ഡയമീറ്റർ കൊടുത്തുകൊണ്ട് സ്ക്വയറിന് നമുക്ക് ഡയഗണലാണ്, നമുക്ക് വികർണാണ് നമുക്ക് എടുക്കാൻ നല്ലത് എന്ന് മനസ്സിലാവുന്നു. ആൻഡ് മാംഗോ, ഫ്രൂട്ട് ആൻഡ് പൊട്ടറ്റോ. വാട്ട് ഈസ് പൊട്ടറ്റോ? ഇതെപ്പോഴും ചോദിക്കുന്നതാണ്, എളുപ്പമുള്ളതാണ്. മാങ്ങ എന്ന് പറയുന്നത് ഒരു പഴം ആണ് എങ്കിൽ, മാങ്ങ ഒരു പഴം ആണെങ്കിൽ ഉരുളക്കിഴങ്ങ്, മാങ്ങയുടെ വർഗ്ഗം എന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത് പഴമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഇതിൽ വേര്, പഴം, തണ്ട്, പൂവ് വെച്ചിട്ടുണ്ട്. വേരാണ്, റൂട്ടാണ് അതിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഡൂസ് ടെന്നീസ് ആൻഡ് ഗൂഗ്ലി ഈസ് വാട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഡൂസ് എന്ന് പറയുന്ന ടെന്നീസുമായി അസോസിയേറ്റഡ് ചെയ്ത ഒരു ടേമാണ്. ഗുഗ്ലി ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് ഗുഗ്ലി എന്ന് പറയുന്നത്. ദർഫോർ 31 ഈസ് ദ ആൻസർ. കറക്റ്റ് ആൻസർ അതാണ്. 32ാമത്തെ ചോദ്യം നോക്കൂ. 3 ഈസ് അസോസിയേറ്റഡ് വിത്ത് 243. 3 243 ആയിട്ടുണ്ടെങ്കിൽ 5 എങ്ങനെ റീഫോം ചെയ്യണം എന്നുള്ളതാണ്. 3 എന്ന് പറഞ്ഞാൽ 243 ആയിട്ടുണ്ടെങ്കിൽ 5 എങ്ങനെയായിരിക്കണം. 3 നമുക്ക് 243 അറിയാം. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243. അപ്പോൾ 3 സ്ക്വയർ, 3 ക്യൂബ് 27, 3⁴ 81, 3⁵ എന്ന് 243. അപ്പോൾ ഇത് 5⁵ മാപ്പ് ചെയ്യണം. 3⁵ ആണ് ഏത്, 243 എന്ന് പറയുന്നത്. അപ്പോൾ 5⁵ മാപ്പ് ചെയ്യണം. 5⁵ എന്ന് പറഞ്ഞാൽ 5⁴ നമുക്കറിയാം 625 ആണ്. 5⁴ എന്ന് പറഞ്ഞാൽ 25⁵2 വരും, 625 വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നോക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട. 5⁵ തീർച്ചയായിട്ടും ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, 3125 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് 5⁵ ഈസ് ഈക്വൽ ടു 3125 ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് 25 ഈസ് 37 ആൻഡ് 49 ഈസ് വാട്ട് എന്നുള്ളതാണ്. 25 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 സ്ക്വയർ അല്ലേ. 49 നമുക്കറിയുന്നത് 7 സ്ക്വയർ ആണ്. ദെൻ 36 എന്ന് പറയുന്നത് 6 സ്ക്വയർ പ്ലസ് 1 ആണ്. 6 സ്ക്വയർ പ്ലസ് 1, 6 സ്ക്വയർ പ്ലസ് 1, 6 സ്ക്വയർ പ്ലസ് 1ഉം 5 സ്ക്വയറും. അപ്പോൾ ഇവിടെ
നമുക്കെന്ത് വേണം? ദറ്റ് ഈസ് 8² + 1 വേണം. 8² + 1 64 + 1 വേണം. ദറ്റ് ഈസ് 65 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. 65 ഈസ് ദ ആൻസർ. അടുത്ത തന്നിട്ടുള്ള 4 വാക്കുകൾ ഒന്ന് മാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ വാക്ക് കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമുള്ള ഒന്നാണ്. ദറ്റ് ഈസ് ചെമ്പ് കോപ്പർ, സിങ്ക് നാഗം, ബ്രാസ് പിച്ചള, അലുമിനിയം അലുമിനിയം. ഇത് നമുക്കറിയാം ചെമ്പ് കോപ്പറാണ്, സിങ്ക് എന്ന് പറയുന്നത് നാഗാണ്, ആൻഡ് അലുമിനിയം എന്ന് പറയുന്നത് എൽ നമുക്കറിയാം. ഇത് മൂന്നും എന്താണ്? എലമെൻറ്റ്സ് ആണ്, ലോഹങ്ങളുടെ മൂലകങ്ങളാണ്. പിച്ചള എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറിയത്? ലോഹസങ്കരമായി, മെറ്റലോയിഡായിട്ട് മാറി. അപ്പോൾ പിച്ചള നമുക്കറിയാം കോപ്പറും സിങ്കുമാണ്. കോപ്പർ പ്ലസ് സിങ്കാണ്, സിങ്കുമായിട്ട് ജോയിൻ ചെയ്താണ് പിച്ചള എന്നത്. പിച്ചളയാണ് ഇവിടെ ഓഡ് 1 ആയിട്ട് നിൽക്കുന്നത്. ഓഡ് 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത കലണ്ടർ, വർഷം, തീയതി, മാസം. ഇതിൽ ഓഡ് 1 എന്ന് പറഞ്ഞാൽ കലണ്ടറാണ്. കലണ്ടറിലെ ഗ്രൂപ്പാണ് ഏത്? വർഷം, തീയതി, മാസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓഡ് 1 എന്ന് പറയുന്നത് കലണ്ടറാണ്. കലണ്ടർ ഈസ് എ ഗ്രൂപ്പാണ്, അതിൻ്റെ സൂപ്പർ സെറ്റാണ്. അതേപോലെ തടി, വൃക്ഷം, ഫലം, ഇല. ഇതിലും തടി എന്താണ്? ഇതിൽ തടി, വൃക്ഷം, ഫലം, ഇല പറയുമ്പോൾ വൃക്ഷമാണ് അതിൻ്റെ എന്ത്? സൂപ്പർ സെറ്റ്. എല്ലാം ഉൾക്കൊള്ളുന്ന തടിയും ഫലവും ഇലയൊക്കെ ഉൾപ്പെടുന്നത് വൃക്ഷത്തിലാണ്. വൃക്ഷം നമുക്ക് സൂപ്പർ സെറ്റായിട്ട് എടുക്കാം. ഫോർ ദാറ്റ് ഈസ് ഓഡ് 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. നിർദ്ദേശങ്ങൾ ചോദ്യം 37 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് 4 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടും ശ്രദ്ധയോടെ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്താൽ. നോക്കൂ, രാഹുലും കൃഷ്ണനും ക്രിക്കറ്റിലും വോളിബോളിലും മിടുക്കരാണ്. രാഹുലും കൃഷ്ണനും ക്രിക്കറ്റിലും വോളിബോളിലും മിടുക്കരാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അനലൈസേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിക്കറ്റ് എഴുതാം ആൻഡ് വോളിബോൾ എഴുതാം. ക്രിക്കറ്റും വോളിബോളും. നമുക്കിവിടെ ക്രിക്കറ്റ് ഉണ്ട്, ഇവിടെ വോളിബോളുണ്ട്. ക്രിക്കറ്റിലും വോളിബോളിലും മിടുക്കരായിട്ട് നമുക്ക് കേട്ടിരിക്കുന്നത് രാഹുലും കൃഷ്ണനും ക്രിക്കറ്റിലും വോളിബോളിലും മിടുക്കരാണ്. രാഹുലും കൃഷ്ണനും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? രാഹുൽ ആൻഡ് കൃഷ്ണൻ എന്ന് എഴുതാം. രാഹുലും കൃഷ്ണനും ക്രിക്കറ്റിലും വോളിബോളിലും മിടുക്കരാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് സച്ചിനും രാഹുലും ക്രിക്കറ്റിലും ഹോക്കിയിലും മിടുക്കരാണ്. അപ്പോൾ ക്രിക്കറ്റിലും ഹോക്കി, വീണ്ടും ക്രിക്കറ്റും ഹോക്കി ഇവിടെ പേര് വരുന്നുണ്ട്. ഇവിടെ ഹോക്കി എഴുതാം. ഇവിടെ ഹോക്കി എഴുതിയിട്ട് ക്രിക്കറ്റും ഉണ്ട്, ഹോക്കിയുണ്ട്. ക്രിക്കറ്റിലും ഹോക്കിയിലും മിടുക്കരാകുന്നത് സച്ചിനും രാഹുലുമാണ്. ക്രിക്കറ്റിലും ഹോക്കിയിലും മിടുക്കർ. അപ്പോൾ സച്ചിൻ, രാഹുൽ. അപ്പോൾ രാഹുൽ നമുക്ക് ആയം തന്നെ വേഗം മനസ്സിലാവാൻ എഴുതാം. രാഹുൽ ആൻഡ് സച്ചിൻ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ വായിച്ചത് രാഹുലും കൃഷ്ണനും ക്രിക്കറ്റിലും വോളിബോളിലും മിടുക്കരാണ്. സച്ചിനും രാഹുലും ക്രിക്കറ്റിലും ഹോക്കിയിലും മിടുക്കരാണ്. ഗണേഷും കൃഷ്ണനും കബഡിയിലും വോളിബോളിലും മിടുക്കരാണ്. ഗണേഷും കൃഷ്ണനും കബഡിയിലും വോളിബോളിലും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കബഡി കൊടുക്കാം. ഇവിടെ കബഡി കൊടുത്തിട്ട് ഇവിടെ വോളിബോളുണ്ട്. കബഡി വോളിബോൾ ഉണ്ട് ഇവിടെ. ഗണേഷും കൃഷ്ണനും കബഡിയിലും വോളിബോളിലും മിടുക്കരാണ്. ഗണേഷ്, കൃഷ്ണൻ. നമുക്ക് ഗണേഷ് എഴുതാം. പിന്നെന്ത് എഴുതാം? ഗണേഷും കൃഷ്ണനും എഴുതാം. വോളിബോൾ. സച്ചിൻ, ഗണേഷ്, മൈക്കൽ എന്നിവർ കബഡിയിലും ഫുട്ബോളിലും മിടുക്കരാണ്. സച്ചിൻ, ഗണേഷ്, മൈക്കൽ എന്നിവർ കബഡിയിലും ഫുട്ബോളിലും. അപ്പോൾ കബഡിയും ഫുട്ബോൾ വരുന്നത്. കബഡി പിന്നെ ഫുട്ബോൾ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഫുട്ബോൾ. കബഡിയും ഫുട്ബോളിലും സച്ചിൻ, ഗണേഷ്, മൈക്കൽ. ഇവിടെ നമ്മൾ ആരൊക്കെ എഴുതണം? ഇവിടെ നമുക്ക് സച്ചിൻ എഴുതണം, ഗണേഷ് എഴുതണം, മൈക്കൽ എഴുതണം. ഇനി നമുക്ക് ചോദ്യം നോക്കാം. 1. ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ മിടുക്കനാരാണ്? ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ. അപ്പോൾ ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ്, വോളിബോൾ, ഹോക്കി ഇതാണ് സെക്ഷൻ. ഈ 3 സെക്ഷൻ ഇവിടുന്നാണ്, ഇത്രയും സെക്ഷനിലാണ് ക്രിക്കറ്റ്, വോളിബോൾ, ഹോക്കി നിൽക്കുന്നത്. അപ്പോൾ ഈ 3 സെക്ഷൻ നോക്കുമ്പോൾ ക്രിക്കറ്റ്, വോളിബോൾ ഉണ്ട്, ക്രിക്കറ്റ്, ഹോക്കി ഉണ്ട് ഇവിടെ. അപ്പോൾ ക്രിക്കറ്റ്, വോളിബോൾ, ഹോക്കി വരുമ്പോൾ ഈ 2 സെക്ഷനിൽ വരുന്ന ആളെയാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ക്രിക്കറ്റും വോളിബോളും കളിക്കുന്ന രാഹുലുണ്ട്, ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്ന രാഹുലുണ്ട്. അപ്പോൾ രാഹുലാണ് നമ്മളുടെ ഇതിൽ രണ്ടിലും ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ആൾ രാഹുലാണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് 37 ആൻസർ എന്തായി കിട്ടി? രാഹുലായി കിട്ടി. അടുത്ത ചോദ്യം നോക്കൂ. 38 ചോദ്യം നോക്കൂ. കബഡി, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്നിവയിൽ മിടുക്കൻ ആരാന്നുള്ള? കബഡി, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. നമുക്കിവിടെ നോക്കുമ്പോൾ കബഡി, ക്രിക്കറ്റ്, ഹോക്കി, കബഡി, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. അപ്പോൾ ക്രിക്കറ്റും ഹോക്കി നോക്കിയാൽ ഇവിടെ കിട്ടും. ക്രിക്കറ്റും ഹോക്കി ഇവിടെയുണ്ട്,
കബഡി ഫുട്ബോൾ ഇവിടെയുണ്ട്. ഇത് ക്രിക്കറ്റ് ഹോക്കി പെയർ ഉണ്ട് ഇവിടെ, കബഡി ഫുട്ബോൾ പെയർ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടണം? നമുക്ക് ഈ പറഞ്ഞ ഒരാളെ കിട്ടും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാണ്? രാഹുൽ, സച്ചിൻ ഗണേഷ്, മൈക്കൽ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള സച്ചിനാണ്. ദർഫോർ യു ക്യാൻ റൈറ്റ് സച്ചിൻ ഈസ് ആൻസർ. ഇതിൽ നമുക്ക് ആരെ എഴുതാം? സച്ചിൻ എന്നുള്ള ആൻസർ എഴുതാം. അടുത്ത് 39-ാം ചോദ്യം. കബഡി, വോളിബോൾ, ഫുട്ബോൾ എന്നിവയിൽ മിടുക്കൻ ആരാണെന്നുള്ളത്. കബഡി, വോളിബോൾ, ഫുട്ബോൾ. അപ്പോൾ കബഡിയും വോളിബോളും ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക്. കബഡി, വോളിബോൾ, അതായത് ഇതാണ് കബഡി വോളിബോൾ സെക്ഷൻ. ഈ സെക്ഷനിൽ നിന്ന് പിന്നെ എവിടേക്ക് പോകണം? ഫുട്ബോൾ സെക്ഷനിലേക്ക് പോകണം. ഈ സെക്ഷനിൽ പോകുമ്പോൾ രണ്ടാളും കോമൺ ആയിട്ട് നിൽക്കുന്ന ആരാണ്? ഗണേഷാണ് രണ്ടിലും കോമൺ ആയിട്ട് നിൽക്കുന്നത്. ദർഫോർ യു ക്യാൻ റൈറ്റ് ഗണേഷ് ഈസ് ആൻസർ. ഗണേഷ് എന്നുള്ള ഉത്തരത്തിൽ കിട്ടും നമുക്ക്. അടുത്ത ചോദ്യം, 5 കളികളിലും മിടുക്കനായ ആൾ ആരാണെന്നുള്ളത്. 5 കളികളിലും മിടുക്കനായ ഒരാൾ കണ്ടുപിടിക്കാൻ നമ്മളിതിലെ ഏറ്റവും റയർ സെറ്റ് നോക്കുകയാണല്ലോ. റയർ സെറ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സെറ്റാണ് റയർ സെറ്റ്. റയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ സെറ്റിലാണ് നമുക്ക് റയർ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുക. അതായത് രാഹുലും സച്ചിനും കിട്ടുന്നു. രാഹുലും സച്ചിനും ബാക്കിയുള്ളതിലൊക്കെ ഉണ്ടെങ്കിൽ ഇവർ 5 കളിയും കളിക്കും. രാഹുലും സച്ചിനും ഇല്ലെങ്കിലോ? അതായത് ഇവിടെ നമുക്ക് ഹോക്കി കളിക്കുന്ന, ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നത് രാഹുലും സച്ചിനും ഉള്ളത്. അതായത് രാഹുൽ, സച്ചിൻ ഇവിടെയൊക്കെ ഉണ്ട് നോക്കിയാൽ മതി. ഇവിടെ രാഹുലുണ്ട്, പക്ഷേ ഈ രാഹുലിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. അതായത് കബഡിയും വോളിബോളും കളിക്കുന്ന സ്ഥലത്ത് കബഡിയും വോളിബോളും, അതായത് കബഡി കളിക്കുന്ന സെറ്റിൽ നമുക്ക് ആരെ കാണാൻ കഴിയില്ല? രാഹുലിനെ കാണാൻ കഴിയില്ല. അതേപോലെ സച്ചിനെയും നമുക്ക് എല്ലാറ്റിലും കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് 5 കളികളിലും മിടുക്കരായ ആരുമില്ല എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ആരുമില്ല എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമ്മുടെ ഒരു റിലേഷൻ ഡിനോട്ടേഷനാണ്, കോഡിംഗ് ആണ്. A+Bയുടെ അർത്ഥം A ആണ് ബിയുടെ പുത്രി എന്നാണ്. A+Bയുടെ അർത്ഥം A ആണ് ബിയുടെ പുത്രി. അതായത് A ആണ് പുത്രി, A ആണ് ബിയുടെ പുത്രി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് A ആണ് പുത്രി അഥവാ മകൾ എന്ന് പറയുന്നത് ആരാണ്? A ആണ് മകൾ. A ഇൻറ്റു ബിയുടെ അർത്ഥം A ആണ് ബിയുടെ പുത്രൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക A ആണ് എന്ത്? മകൻ അഥവാ പുത്രൻ എന്ന് മനസ്സിലാക്കുക. ഈ A പുത്രിയാണ്, ഈ A മകനാണ്. അടുത്ത് A-B എന്നർത്ഥം A ആണ് ബിയുടെ ഭാര്യ. അപ്പോൾ A ആണ് ബിയുടെ ഭാര്യ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഭർത്താവാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് P/Q-S എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ചുവടെ കൊടുത്തവയിൽ ശരി ഏത് എന്നാണ് ചോദ്യം. P/Q എന്ന് പറയുന്നത് കൂടി നമ്മുടെ ഈ റിലേഷൻ പ്രകാരം എന്തായി മാറി? ഇത് മകനായി മാറി. P എന്തായി മാറി? മകൻ ആയി മാറി. Q-S എന്നുള്ള റിലേഷൻ പ്രകാരം Q എന്തായി മാറി? ഭാര്യയായി മാറി. Q ഭാര്യയായി മാറി. Q ഭാര്യയായി മാറി. S എന്തായി മാറി? അപ്പോൾ ഭർത്താവായി മാറി. S ഭർത്താവായി. അപ്പോൾ ഇത് മകനാണ്, ഇത് മകൻ്റെ അമ്മയാണ്, ഇത് ഇവിടെ ഭാര്യയാണ്, ഇത് മകനാണ്, ഇതിൻ്റെ മകൻ്റെ അമ്മയാണ്, ഇതെന്താണ്? ഭർത്താവാണ് എന്ന് മനസ്സിലായി. അപ്പോൾ പിയുടെ ആരാണ്? എസ്. പിയുടെ അച്ഛനാണ് എസ്. അതായിരിക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ് ആണ് പിയുടെ അച്ഛൻ. അതാണ് കറക്റ്റ് ആൻസർ. എസ് ആണ് പിയുടെ അച്ഛൻ എന്നുള്ളതാണ് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. T-S/B -M എന്ന് പറഞ്ഞാൽ ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. T-S എന്ന് പറയുമ്പോൾ തന്നെ ടി എന്തായി മാറി? ടി ഭാര്യയായി മാറി. എസ് എന്തായി മാറി? എസ് ഭർത്താവായി മാറി. എസ് ഭർത്താവായി. ബി എന്തായി മാറി? S/B എന്ന് പറയുമ്പോൾ S/B എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. എസ് ആണ് ബിയുടെ മകൾ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. എസ് ആണ് ബിയുടെ മകൾ എന്ന് പറയുന്നതല്ല ശരി. എസ് ആണ് ബിയുടെ മകൻ എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ഓപ്ഷൻ. കാരണം S/B എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ നേരത്തെ മുകളിൽ കണ്ടു. S/B എന്ന് പറയുന്നത് നോക്കൂ. A/B അറിയുമ്പോൾ A എന്താണ്? മകനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? എസ് ആണ് ബിയുടെ മകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അനലൈസ് വല്ലാതെ പരിശ്രമിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ അവിടെ കൃത്യമായിട്ട്
കിട്ടുന്നുണ്ട്. ദെർഫോർ യു ക്യാൻ ടേക്ക് ദ ആൻസർ ഈസ് 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകൻ്റെയും ശരാശരി വയസ്സ് 24 ആണ്. 3 വിദ്യാർത്ഥികൾക്കും ഒരേ പ്രായമാണ്. അധ്യാപകൻ്റെയും ഓരോ കുട്ടിയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 28ആണ്. അധ്യാപകൻ്റെ വയസ്സ് എത്ര എന്നുള്ള ചോദ്യം ആവറേജിനെ പറ്റിയുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് 3 കുട്ടികൾക്കും എക്സ് ആണ് വയസ്സ് എങ്കിൽ നമുക്ക് ഈ ക്യാൻ ടേക്കൺ ആസ് എക്സ് പ്ലസ് എക്സ് എന്ന് എടുക്കാം. പ്ലസ് അധ്യാപകൻ്റെ വയസ്സ് അധ്യാപകന് 28 വയസ്സ് കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓരോ കുട്ടിയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 28ആണ്. അധ്യാപകന് കുട്ടിയുടെ വയസ്സിനേക്കാൾ 28 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 28 എന്നുള്ളൊരു നമ്പർ എഴുതാം. ഡിവൈഡ് ബൈ എത്രയാണ്? എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3. ഇതൊരു വയസ്സാണ്, ഒരാളുടെ വയസ്സാണ്. അപ്പോൾ 4 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 24 കിട്ടുന്നത് മനസ്സിലായി. അപ്പോൾ എത്ര എക്സ് ഉണ്ട്? 4x ഉണ്ട്. 4x/4 എന്ത് കിട്ടും? യു ഗെറ്റ് എക്സ് എന്ന് കിട്ടും. പ്ലസ് 28/4 ചെയ്യാം. 28/4 എന്താ കിട്ടുക? 7 കിട്ടും. 7 4 28 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 24 കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ 24 എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? 24 - 7. 24 - 7 ഈസ് ഈക്വൽ ടു വാട്ട്? 17 കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 17. കുട്ടികളുടെ വയസ്സാണ് 17. അധ്യാപകൻ്റെ വയസ്സ് എന്ത് വേണം? 17 കൂടെ പ്ലസ് 28 അധികമാണ്, 28 കൂട്ടണം. ദറ്റ് ഈസ് ഈക്വൽ ടു 28 + 17 ഈസ് ഈക്വൽ ടു വാട്ട്? 45 എന്ന് കിട്ടും. യു ഗെറ്റ് 45 ഈസ് ദ ആൻസർ. കറക്റ്റ് ആൻസർ 45 എന്ന് കിട്ടും. അടുത്ത കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെയുള്ള വിവരങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക, തുടർന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ഒരു കോഡിംഗ് രീതി ആൻഡ് റീകോഡിംഗ് ആണ്. അപ്പോൾ 816321 എന്നാൽ ദ ബ്രൗൺ ഡോഗ് ഫ്രൈറ്റൻഡ് ദ ക്യാറ്റ് എന്നാണ്. 64851 എന്ന് പറഞ്ഞാൽ ദ ഫ്രൈറ്റൻഡ് ക്യാറ്റ് റൺ എവേ എന്നുള്ളതാണ്. 7621 എന്ന് പറഞ്ഞാൽ ദ ക്യാറ്റ് വാസ് ബ്രൗൺ എന്നാണ്. 341 എന്നാൽ ദ ഡോഗ് റാൻ എന്നാണ്. അപ്പോൾ നമ്മളിതിൽ മാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇൻഡിജർ ഒരു വേർഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 1 2 3 4 5. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു ഇൻഡിജർ ഡിനോട്ട് ചെയ്യുന്ന ഒരു വേർഡിനെയാണ്. അപ്പോൾ നമ്മളിതിൽ എല്ലാറ്റിലും ഉള്ള ഒരു ഇൻഡിജർ ഉണ്ടല്ലോ, 1 1 1 1. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ ദ എന്നതിനെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ദാനെ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ നമ്മളിതിലെല്ലാം നോക്കുമ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഇത് കൂടുതലായിട്ട് കാണുന്നത് ക്യാറ്റാണ്. ഇവിടെ ഈ ഒരു ദ കാണുന്നുണ്ട്. ഈ ദ ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടെ 2 1 വന്നത്. കണ്ടോ, ഒരു 1ഉം ഒരു 1ഉം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദ എന്ന് പറയുന്നത് മനസ്സിലായി നമുക്ക്. ഇനി ഏറ്റവും കൂടുതലുള്ളത് ക്യാറ്റ് എന്നുള്ളൊരു വേർഡാണ് കണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ക്യാറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ക്യാറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും ക്യാറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ക്യാറ്റ് കാണുന്നുണ്ടോ? ദ ക്യാറ്റ് ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിലും ഫസ്റ്റ് 3ലുള്ള അടുത്ത കോമൺ ആയിട്ടുള്ളത് ക്യാറ്റിൽ പോകും. അടുത്ത കോമൺ ആയിട്ടുള്ളത് തോന്നുന്നു 6 6 6 ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 6 എന്തായി പോയി? ഈ 6 എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി എവിടെ പോയി? 6ഉം 1ഉം പോയി. ഇപ്പോൾ 6 എന്ന് പറയുന്ന സാധനം ഈ ക്യാറ്റിൽ എന്ത് പോയി? 6 എന്ന് പറയുന്ന സംഭവം പോയി. 6 പോയി. ഇനി അടുത്ത നോക്കൂ, ഫ്രൈറ്റൻഡ്. ഇവിടെയും ഫ്രൈറ്റൻഡ് എന്നുള്ള വേർഡ് കാണുന്നുണ്ട്. ഫ്രൈറ്റൻഡ് എന്നുള്ള വേർഡ് ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി കോമൺ ആയിട്ടുള്ളത് ഏതാണുള്ളത് നോക്കുക. ഇവിടെ 8 എന്നുള്ളതാണ് കോമൺ. 8ഉം 8ഉം ഉള്ള കോമൺ. അപ്പോൾ ഓട്ടോമാറ്റിക് ഫ്രൈറ്റൻഡ് എന്നുള്ള വേർഡ് എന്തിൽ പോവും? 8ൽ പോവും. ഫ്രൈറ്റൻഡ് എന്നുള്ള വേർഡ് നമുക്ക് 8ൽ പോയി കിട്ടും. അപ്പോൾ ഫ്രൈറ്റൻഡും പോയി. ഇനി നമുക്ക് അടുത്തൊന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ഇവിടെ ക്വസ്റ്റ്യൻ കാണിക്കുന്നത് ദ ഡോഗ് വാസ് ഫ്രൈറ്റൻഡ് എന്നതിൻ്റെ കോഡ് എന്തെന്ന് ചോദിക്കുന്നത്. ദ ഡോഗ് വാസ് ഫ്രൈറ്റൻഡ് എന്ന് കണ്ടപ്പോൾ വേറെ ഒന്നും വേണ്ട, ദ നോക്കും നമ്മൾ. ദാൻ്റെ കോഡ് 1 പറഞ്ഞത്. ആ 1 ഉള്ളത് ഇവിടെ ഒറ്റ കോഡേ ഉള്ളൂ, 1378 മാത്രം. വേറെ ഒന്നും അനലൈസ് ചെയ്യാൻ പോകേണ്ട. നമുക്ക് ഈ കോഡ് നമുക്ക് കറക്റ്റായിട്ട് എഴുതാം. ദ ഡോഗ് വാസ് ഫ്രൈറ്റൻഡ് എന്നുള്ള കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45 ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രൈറ്റൻഡ് എന്നതിൻ്റെ കോഡ് എന്താണെന്നുള്ളത്. ഫ്രൈറ്റൻഡ് എന്നുള്ള കോഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ രണ്ടിലും കണ്ടപ്പോൾ നമുക്ക് ഫ്രൈറ്റൻഡ് കണ്ടപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 8 എന്നുള്ള കോഡ് കിട്ടിയിട്ടുണ്ട്. ഫ്രൈറ്റൻഡ് എന്നുള്ളതിൻ്റെ കോഡ് നമുക്ക് മനസ്സിലായി 8 ആണെന്ന് മനസ്സിലായി. എവേ എന്നതിൻ്റെ കോഡ് കണ്ടുപിടിക്കണം. എവേ എന്നതിൻ്റെ കോഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എവേ എവിടെയുള്ളത് നോക്കുക. എവേ എവിടെയുള്ളത്? ഇവിടെയാണ് എവേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ
ദ കണ്ടു, ഫ്രൈറ്റൻഡ് കണ്ടു, ക്യാറ്റ് കണ്ടു, റാൻ എവേ എന്നുണ്ട് ഉള്ള ഒരു സാധനം കണ്ടു. അപ്പോൾ നമ്മൾ എവേ കാണുമ്പോൾ ഇവിടെ റാൻ എവേ എന്ന് കാണാനുണ്ട്, ഇവിടെ റാൻ എവേ എന്ന് കാണാനുണ്ട്, ഇവിടെ റാൻ കാണാനുണ്ട്. അപ്പോൾ ഇതിലും പൊതുവായിട്ടുള്ള റാൻ എന്നുള്ള വേർഡ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും രണ്ടിലും റാൻ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ റാൻ എന്നുള്ള ഇതിൽ നിന്നും നോക്കുമ്പോൾ 4 ആണ് ഇവിടെയുള്ള റാന് പിടിക്കുന്നത്. അപ്പോൾ റാൻ എന്നുള്ള വേർഡ് നമുക്ക് എന്തായി മാറി, 4 ആയി കഴിഞ്ഞു. ദെൻ എവേ എന്നുള്ളത് 1 ഇതാണ്, 8 ഫ്രൈറ്റൻഡ് ആണ്, 4 റാനായി മാറി. ദെൻ എവേ എന്നുള്ള വേർഡ് നമുക്ക് എന്തിൽ കൊടുക്കാം, 5 കൊടുക്കാം. 46ൻ്റെ ആൻസർ എവേ എന്നുള്ളത് നമുക്ക് 5 ആണ് ആൻസറായിട്ട് വരിക. 46ൻ്റെ ആൻസർ നമുക്ക് അങ്ങനെ കിട്ടും. 47ൻ്റെ ആൻസർ 47 ബ്രൗൺ എന്നതിൻ്റെ കോഡ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ബ്രൗൺ എവിടെയാണുള്ളത് നോക്കണം. അപ്പോൾ ബ്രൗൺ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബ്രൗൺ ഇവിടെയും കോമൺ ആയിട്ട് ഇവിടെ ഉണ്ട്, ബ്രൗൺ ഇവിടെയും ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ട് ഇവിടെയും എന്തുണ്ട്, ബ്രൗൺ ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ബ്രൗൺ കിടക്കുന്നത് കോമൺ ലെറ്റർ നമ്പർ 2 ആണ്. ദർഫോർ ബ്രൗൺ എന്നുള്ളതിന് നമുക്ക് 2 എന്നുള്ള ആൻസർ കൂടി സെലക്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് മാറും. അപ്പോൾ ഇത് ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്, ഒന്ന് കൃത്യമായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. അടുത്ത ചോദ്യം നോക്കാം. നിർദ്ദേശങ്ങൾ 48, 49 നമ്മൾ നോക്കുമ്പോൾ 2 പ്രസ്താവനകളും അവയോട് അനുബന്ധിച്ചിട്ടുള്ള 2 അല്ലെങ്കിൽ 3 നിഗമനങ്ങളും കൊടുക്കുന്നു. പൊതുവായുള്ള ധാരണകൾക്ക് വിരുദ്ധമായാൽ പോലും 2 പ്രസ്താവനകളും ശരിയാണെന്ന് തന്നെ കരുതണം. അതായത് ഇവിടെ പറയുന്ന പ്രസ്താവനകൾ ശരിയാവണമെന്നില്ല, എങ്കിലും നമ്മൾ ഇത് ശരിയാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയാവണം എന്ന് നമുക്ക് തോന്നില്ല, പക്ഷേ ഇവർ പറയുന്നത് ശരിയാണ് എന്ന് കരുതി വേണം ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ. അവ സത്യമാണെന്ന് കരുതിക്കൊണ്ട് നിഗമനങ്ങൾ വായിക്കുക. അതിനുശേഷം യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം നിഗമനങ്ങളാണ് ശരിയായിട്ടുള്ളത് എന്ന് കണ്ടെത്തുക. അത്തരം നിഗമനങ്ങളിൽ എത്തുമ്പോൾ പൊതുവായ ധാരണകൾ കണക്കിലെടുക്കേണ്ടതില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അടിമുടി നമ്മൾ പറയുന്നത് പൊതുവായ ധാരണകൾക്ക് വിരുദ്ധമായിട്ടായിരിക്കും ഇതിലെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ. നമുക്ക് വായിക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നണമെന്നില്ല, എങ്കിലും വായനയിൽ അത് സത്യമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ഇതിൻ്റെ ആൻസർ എഴുതുകയാണ് വേണ്ടത്. അതായത് ആദ്യത്തെ 48ാമതിൽ ചോദ്യത്തിൽ 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എല്ലാ സിനിമാ നടന്മാരും പിന്നണി ഗായകരാണ് എന്ന് ഇവിടെ പറയുന്നു. ഇതിപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ശരിയല്ല, പക്ഷെ ഇവർ പറയുന്നു ഇങ്ങനെയാണ്, ഈ കുടുംബത്തിൽ ഇങ്ങനെയാണ്. ഈ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യത്തിൽ എല്ലാ സിനിമാ നടന്മാരും പിന്നണി ഗായകരാണ് എന്ന് പറയുന്നു. എല്ലാ സിനിമാ സംവിധായകരും സിനിമാ നടന്മാരാണ് എന്ന് 2ാമത്തെ പ്രസ്താവനയും പറയുന്നു. എന്നിട്ട് ഇതിൽ 2 നിഗമനങ്ങൾ പറയുകയാണ്. എല്ലാ സിനിമാ സംവിധായകരും പിന്നണി ഗായകരാണ് എന്നും ചില സിനിമാ നടന്മാർ സിനിമാ സംവിധായകരാണ് എന്നും പറയുന്നു. അതായത് ഇതിലേതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. 1 ശരിയാണോ, 2 ശരിയാണോ, 1ഉം 2ഉം ശരിയാണോ, 1ഉം 2ഉം തെറ്റാണോ, അതോ ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ലേ എന്ന് പറയുന്ന ഓപ്ഷൻസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഞാൻ വായിക്കാം അത്. അതിൻ്റെ മുൻപേ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതിന് ഒരു വെൻ ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. അതായത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടെ വായിക്കുന്നു, ഓൾ ഫിലിം സ്റ്റാർ ആർ പ്ലേ ബാക്ക് സിംഗേഴ്സ്. ഓൾ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ, അതായത് എല്ലാ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് കണ്ടാൽ ഉടനെ നമ്മൾ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യും, സൂപ്പർ സെറ്റ്. അതിൻ്റെ ഫുള്ള് സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതിലുള്ള എല്ലാവരും ഇങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതായത് എല്ലാ സിനിമാ നടന്മാരും പിന്നണി ഗായകരാണ് എന്ന് പറയുമ്പോൾ ഇത് നടൻ സെറ്റായിട്ട് മാറും. ഇത് നടൻ സെറ്റ്. ഇതെന്തായിട്ട് മാറും? ഇത് സംവിധായകരുടെ സെറ്റ്. ഇത് സംവിധായകരുടെ സെറ്റായിട്ട് മാറും. ഉള്ളിലുള്ളത് നടന്മാരുടെ സെറ്റായിട്ട് മാറും. അപ്പം നമുക്ക് നോക്കാമല്ലോ, എല്ലാ സിനിമാ നടന്മാരും എന്താണ്? പിന്നണി
പിന്നണി ഗായകരാണ് എന്നാണ്. അതായത് ഇവിടെ നമ്മൾ പറയേണ്ടത് സംവിധായകനല്ല, എഴുതി മാറിപ്പോയതാണ്. പിന്നണി ഗായകർ എന്നുള്ളതാണ് ഈ സെറ്റ്. പിന്നണി ഗായകർ. അപ്പോൾ ഈ സെറ്റ് ഓക്കെ ആയി. എല്ലാ സിനിമാ നടന്മാരും ഇവിടെയുള്ള ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലെ എല്ലാ സിനിമാ നടന്മാരും എന്താണ്? പിന്നണി ഗായകരാണ്. അപ്പോൾ ഇത് സബ്സെറ്റ്, ഇത് സൂപ്പർ സെറ്റ്. ഇനി എല്ലാ സിനിമാ സംവിധായകരും സിനിമാ നടന്മാരാണ്. എല്ലാ എന്ന് പറയുമ്പോൾ ഇതേമാതിരി സെറ്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്യും. എല്ലാ സിനിമാ നടന്മാരും എന്ന് പറയുമ്പോൾ ഇത് സബ്സെറ്റായിട്ട് മാറി. എല്ലാ സിനിമാ നടന്മാരും വേറെ ഏതോ ഗ്രൂപ്പിൽ പെടുന്നു. എന്താണ്? എല്ലാ സിനിമാ സംവിധായകരും എന്തിൽ പെടുന്നു? സിനിമാ നടന്മാരാണ്. അതായത് ഇത് സബ്സെറ്റായിട്ട് മാറും. ഈ വായനയിൽ മനസ്സിലാക്കണം. എല്ലാ സിനിമാ സംവിധായകരും എന്തിൽ വരുന്നു? സിനിമാ നടന്മാരിൽ വരുന്നു. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമാ നടന്മാരുടെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ഡയറക്ടേഴ്സ്. എല്ലാ സിനിമാ സംവിധായകരും വരുന്നത്. ഡയറക്ടേഴ്സ് ഫുൾ അതിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം. എല്ലാ സിനിമാ നടന്മാരും പിന്നണി ഗായകരാണ്. അപ്പോൾ നടന്മാർ ഉള്ളിൽ വരും. നടന്മാർ സബ്സെറ്റായിട്ട് മാറും. പിന്നണി ഗായകർ എന്തായിട്ട് മാറും? സൂപ്പർ സെറ്റായിട്ട് മാറും. പിന്നണി ഗായകരാണ്. ഇവിടെ പറയുന്നത് എല്ലാ സിനിമാ സംവിധായകരും എന്തിൻ്റെയോ ഭാഗമാണ്. എന്തിൻ്റെ ഭാഗമാണ്? സിനിമാ നടന്മാരാണ്. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ഉള്ളിലും സിനിമാ നടന്മാർ പുറത്തും വരും. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ താഴത്ത് പറയുന്ന നിഗമനങ്ങൾ വായിക്കണം. ഏതൊക്കെയാണ് ശരിയെന്ന് പറയണം. ഇവിടെ പറയുന്നു എല്ലാ സിനിമാ സംവിധായകരും പിന്നണി ഗായകരാണ്. ശരിയാണോ? ഇതാണ് ഡയറക്ടേഴ്സ് അല്ലേ? ഡയറക്ടേഴ്സ്, എല്ലാ ഡയറക്ടേഴ്സും നടന്മാരുമാണ്. നടന്മാരൊക്കെ എന്താണ്? പിന്നണി ഗായകരുമാണ്. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും എന്തായി കഴിഞ്ഞു? പിന്നണി ഗായകരായി കഴിഞ്ഞു. ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റാണ്. ഇനി ചില സിനിമാ നടന്മാർ സിനിമാ സംവിധായകരാണ്. ചില സിനിമാ നടന്മാർ, അതായത് നടന്മാരിൽ ചില ആളുകൾ എന്താണ്? സംവിധായകരാണ്. നടന്മാരിൽ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഈ റേഞ്ചിലുള്ള ആൾക്കാരൊന്നും എന്തല്ല? ഡയറക്ടേഴ്സ് അല്ല. അതുകൊണ്ട് അതും ശരിയാണ്. നടന്മാരിൽ ചില ആളുകൾ, അത് കുറച്ചേ ഉള്ളൂ. ചില സിനിമാ നടന്മാർ എന്താണ്? സിനിമ സംവിധായകരാണ്. 1ഉം 2ഉം ശരിയാണെന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. നിഗമനങ്ങൾ 1ഉം 2ഉം പിന്തുടരുന്നു എന്നാണ് പറയേണ്ടത്. നിഗമനങ്ങൾ പിന്തുടർന്നാൽ എന്നുള്ളത് അതിൻ്റെ ഒരു മലയാള തർജ്ജമയിൽ വരുന്നൊരു കൺഫ്യൂസ്ഡ് വേർഡാണത്. നിഗമനങ്ങൾ 1ഉം 2ഉം പിന്തുടരുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നിഗമനങ്ങൾ 1ഉം 2ഉം പിന്തുടരുന്നു. ഇഫ് ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്, രണ്ടും കൺക്ലൂഷനും കറക്റ്റാണ് എന്നുള്ളൊരു ആൻസറാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ടത്. ദറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. പ്രസ്താവന 2 പ്രസ്താവന വായിക്കാം. പറയുന്നത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സത്യസന്ധരാണ്. അപ്പം തന്നെ മനസ്സിലാക്കി ഇതാണ് സബ്സെറ്റ്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എന്തായിട്ട് മാറുന്നു? സത്യസന്ധരായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഈ സെറ്റ് വരിക. അതായത് ഇവിടെ വായിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, ഇതെന്താണ്? ഇത് രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഈ എഴുതിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവരൊക്കെ എന്തായിട്ട് മാറി? സത്യസന്ധർ. അവരെന്തായി മാറി? സത്യസന്ധർ ആയി മാറി. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എന്തായി മാറി? സത്യസന്ധരായി മാറി. ഇനി പറയുന്നത് എല്ലാ സത്യസന്ധരും നീതിയുക്തമായി പ്രവർത്തിക്കുന്നവരാണ്. അതായത് ഇതാണ് സബ്സെറ്റായിട്ട് വരിക. എല്ലാ സത്യസന്ധരും എന്തായിട്ട് പ്രവർത്തിക്കുന്നു? നീതിയുക്തമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ സത്യസന്ധർ സബ്സെറ്റായി മാറി, നീതിയുക്തമായി പ്രവർത്തിക്കുന്നവർ സൂപ്പർ സെറ്റായി മാറി. അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇങ്ങനെയാണ് ഈ ഫിഗർ വരയ്ക്കുക. എല്ലാ സത്യസന്ധരും എന്തായി മാറി? നീതിയുക്തമായി പ്രവർത്തിക്കുന്നവരായി മാറി. എല്ലാ സത്യസന്ധരും നീതിയുക്തമായി പ്രവർത്തിക്കുന്ന. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഫിഗർ വ്യത്യാസമുണ്ട്. ഒന്നുകൂടി പറയാം. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സത്യസന്ധരാണ്. ഇത് സബ്സെറ്റായി. രാഷ്ട്രീയ പ്രവർത്തകർ സത്യസന്ധർ എന്നുള്ളത് എന്തായി? സൂപ്പർ സെറ്റായി മാറി. എല്ലാ സത്യസന്ധരും നീതിയുക്തമായി പ്രവർത്തിക്കുന്നവരാണ്. സത്യസന്ധർ ഇതിൻ്റെ ഉള്ളിൽ വന്നു, നീതിയുക്തമായി പ്രവർത്തിക്കുന്നവർ അതിനുള്ളിലും വന്നു. ഇനി നമുക്ക് ഈ പ്രസ്താവന ഒന്ന് വായിക്കാം. ചില സത്യസന്ധർ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ശരിയാണല്ലോ. ചില സത്യസന്ധരിൽ ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇതല്ലേ?
സത്യസന്ധരിൽ ചില ആളുകൾ എന്താണ് രാഷ്ട്രീയ പ്രവർത്തകരാണ്. അത് കറക്റ്റാണ്. അടുത്തത് സത്യസന്ധരല്ലാത്തയാൾ രാഷ്ട്രീയ പ്രവർത്തകനല്ല. സത്യസന്ധരല്ലാത്തയാൾ രാഷ്ട്രീയ പ്രവർത്തകനല്ല. ഇവിടെ ഇതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇറ്റ് ഈസ് നോ ഹോണസ്റ്റ് ഈസ് പൊളിറ്റീഷ്യൻ. ഇതിൻ്റെ ശരിയായ തർജ്ജമ നമ്മൾ പറയുമ്പോൾ നോ ഹോണസ്റ്റ് ഈസ് പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ തർജ്ജമ പറയേണ്ടത് സത്യസന്ധർ രാഷ്ട്രീയക്കാരനല്ല എന്നാണ് പറയേണ്ടത്. സത്യസന്ധനല്ലാത്തയാൾ എന്നുള്ളതല്ല ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നോ ഹോണസ്റ്റ് ഈസ് പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ സത്യസന്ധർ രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നോക്കണം. സത്യസന്ധർ രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ ഫോളോ ചെയ്യുന്നില്ല. സത്യസന്ധർ രാഷ്ട്രീയ പ്രവർത്തനമല്ല. സത്യസന്ധരിൽ ചില ആളുകൾ എന്തുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഈ പ്രസ്താവന നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അടുത്ത് നീതിയുക്തമായി പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണ്. നീതിയുക്തമായി പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിൽ ചിലരെങ്കിലും എന്തായി മാറി രാഷ്ട്രീയ പ്രവർത്തകരായി മാറി. അപ്പോൾ ഇത് കറക്റ്റാണ്. ദർഫോർ ഹിയർ ആൻസർ 1 and 3 ഫോളോസ് എന്നാണ്. 1 മാത്രം ഇതല്ല, 1 and 3 1ഉം 3യും പിന്തുടരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് സംഖ്യാമെട്രിക്സ് ആണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടത് എന്താണ് സംഖ്യാമെട്രിക്സ്. അപ്പോൾ നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയൊക്കെ ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോഴും നല്ലതായിരിക്കും. ഞാൻ ആൻസർ പറയാം. ഇത് 3² + 3 ആണ്. 4ന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ 3² + 3 9ഉം 3ഉം 12 വരും. 7ന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ 6² പ്ലസ് എന്ത് വരും 6. 6² എന്ന് പറഞ്ഞാൽ 6² 36 6 42 വരും. 10ന്ന് 1 മൈനസ് ചെയ്യുക. 5² + 5 വരും. അപ്പോൾ 25 10ന്ന് 1 മൈനസ് ചെയ്യുക 9. 9² + 9 വരും. അപ്പോൾ 81 + 9 90 വരും. 2ന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ 1² + 1 വരും. അപ്പോൾ ദറ്റ് ഈസ് 2. 3ന്ന് 1 മൈനസ് ചെയ്യുക. 2² + 2 2² + 2 വരുമ്പോൾ 4 + 2 എന്ത് വരും 6 വരും. അപ്പോൾ ഇവിടെ നമുക്ക് 5 ആണ് ഇവിടെ വരേണ്ടത്. 5 വരുമ്പോൾ 5ന്ന് 1 മൈനസ് ചെയ്യുക. 4² + എന്ത് വരും 4 വരും. 16 + 4 = 20 വരും. കറക്റ്റ് ആൻസർ 5 ഈസ് എ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ എത്രയാണ് 5 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംഖ്യാമെട്രിക്സ് ആണ്. 3 റൗണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക. ദെൻ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക. ഞാൻ കറക്റ്റ് ആൻസർ പറയാം. 1 + 2 + 1 എന്ന് പറയുമ്പോൾ 1 + 2 + 1 1 2 3 3 + 1 ദറ്റ് ഈസ് 4. 2² ആണ് ഇവിടെ. 2 + 5 + 2 2 5 7 2 9 ദറ്റ് ഈസ് 3² ആണ് ഇവിടെ. 3 + 12 + 1 3ഉം 12 15 16 ദറ്റ് ഈസ് 4² ആണ് ഇവിടെ. 5 + 15 + 5 5ഉം 5ഉം 10ഉം 15ഉം 25 ദറ്റ് ഈസ് 5² ആണ് ഇവിടെ. 6ഉം 25ഉം 5ഉം ദറ്റ് ഈസ് 25 5 36 6² ആണ് ഇവിടെ. ദറ്റ് ഈസ് 6². ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും 2² 3² 4² 5² 6² ഇത് 5² 6² കഴിഞ്ഞിട്ട് 7² ഒക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് സ്ക്വയർ വരുന്ന അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 4 + 10 14 വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഡ് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാതെ 4 10 2 ആഡ് ചെയ്തിട്ട് വീണ്ടും 4² റിപ്പീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇവിടെ ഈ 4² ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന രൂപത്തിൽ 2² 3² 4² 4² 5² 6². അപ്പോൾ ആ ഒരു പാറ്റേണിൽ 4² 4² 2 ടൈംസ് 2² 3² 4² 4² 5² 6² എന്നുള്ള രൂപത്തിൽ ഇവിടെ നമുക്ക് 2 നമ്മൾ എടുക്കാം. ദറ്റ് ഈസ് 10 + 2 12 12 + 4 16 വരും. 16 = again 4² വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് അടുത്ത 2 വീഡിയോ ആയിട്ട് ചെയ്യാം. മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. NTSC എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. വളരെ നന്ദി. ഓക്കെ.